മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള ഭീഷണി അഭൂതപൂർവമായ തലത്തിലേക്കാണ് ഉയരുന്നത്. നെതന്യാഹുവിനെ കുട്ടികളെ കൊല്ലുന്ന കുറ്റവാളി എന്ന മുദ്രകുത്തി IRGC പുറപ്പെടുവിച്ച അന്ത്യശാസനം വെറുമൊരു വാക്കല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും ശക്തമായ സുരക്ഷാ വലയങ്ങളെപ്പോലും ഭേദിക്കാൻ ശേഷിയുള്ള നിഗൂഢമായ ഒരു യുദ്ധതന്ത്രത്തിന്റെ വിളംബരം കൂടിയാണ്. ഇറാന്റെ അത്യാധുനികമായ അസമമായ യുദ്ധശൃംഖല അഥവാ അസിമെട്രിക് നെറ്റ്വർക്ക് നെതന്യാഹുവിനെ ലക്ഷ്യം വെക്കാൻ ഉപയോഗിച്ചേക്കാവുന്ന 7 ഭീകരമായ വഴികളെക്കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, ഇറാന്റെ മിസൈൽ കരുത്ത് ഇന്ന് പഴയതുപോലെയല്ല. ഫത പോലുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ ആരോ 3, ഡേവിഡ് സ്ലിംഗ് എന്നീ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ IRGCക്ക് എളുപ്പം സാധിക്കും. നെതന്യാഹു ഭൂഗർഭ ബങ്കറുകളിലോ കിരിയ പോലുള്ള ഉറപ്പുള്ള കമാൻഡ് സെന്ററുകളിലോ ഒളിച്ചാൽ പോലും കോൺക്രീറ്റ് തുളച്ചുകയറാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് രണ്ടാമത്തെ മാർഗമായ ആന്തരിക ശത്രുക്കൾ അഥവാ ഷിൻബെറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരെയോ സുരക്ഷാ കരാറുകാരെയോ ലോജിസ്റ്റിക് പ്ലാനർമാരെയോ ഹണി ട്രാപ്പിലൂടെയോ സാമ്പത്തിക പ്രലോഭനങ്ങളിലൂടെയോ ഇറാൻ ചാരമാക്കിയാൽ പ്രധാനമന്ത്രിയുടെ ഓരോ മിനിറ്റിലെയും നീക്കങ്ങൾ ശത്രുവിന്റെ വിരൽത്തുമ്പിലെത്തും. ഡ്രോൺ യുദ്ധമുറയിൽ ഇറാൻ ഇന്ന് ഒരു ആഗോള സൂപ്പർ പവറാണ്. ലെബനൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം വിക്ഷേപിക്കുന്ന 100 കണക്കിന് ഷാഹദ് ഡ്രോണുകൾ ഉപയോഗിച്ച് അയൺ ഡോമിനെ നിഷ്ക്രിയമാക്കാൻ ഇവർക്ക് എളുപ്പം സാധിക്കും. ഈ പുകമറയ്ക്കുള്ളിലൂടെ തെന്നിമാറുന്ന സ്റ്റെൽത്ത് UAVകൾക്ക് കൈസരിയിലോ ജെറുസലേമിലോ ഉള്ള നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിൽ കൃത്യമായ ആക്രമണം നടത്താൻ കഴിയും. അതുപോലെ തന്നെ ഇസ്രയേൽ വ്യോമാതിർത്തി വിടുമ്പോഴാണ് നെതന്യാഹു ഏറ്റവും ദുർബലനാകുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര യാത്രകൾക്കിടയിൽ ഖുദ്സ് ഫോഴ്സിന്റെ സ്ലീപ്പർ സെല്ലുകൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഭൌതികമായ ആക്രമണത്തിന് മുന്നേ ഇറാന്റെ സൈബർ യൂണിറ്റുകൾ നടത്തുന്ന നീക്കങ്ങളാണ് അഞ്ചാമത്തെ പ്രധാന വെല്ലുവിളി. മഡി വാട്ടർ പോലുള്ള ഹാക്കർ ഗ്രൂപ്പുകൾ നെതന്യാഹുവിന്റെ സഹായികളുടെയോ കുടുംബാംഗങ്ങളുടെയോ മൊബൈൽ ഫോണുകളും സ്മാർട്ട് കാറുകളും ഹാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ തത്സമയ ജിയോ ലൊക്കേഷൻ കണ്ടെത്താൻ പ്രാപ്തമാണ്. ഇതിനു പുറമെ ഇസ്രയേലിലെ പ്രധാന യാത്രാ ഇടനാഴികളിൽ റഷ്യൻ നിർമ്മിത കോർനെറ്റ് മിസൈലുകളുമായി സ്നൈപ്പർ ടീമുകൾ പതിയിരിക്കുന്നതും ഇസ്രയേലിന്റെ സുരക്ഷാ ഏജൻസികളെ നന്നായി വലയ്ക്കുന്നുണ്ട്. അവസാനത്തെയും ഏറ്റവും അപകടകരവുമായ തന്ത്രം നിർബന്ധിത കുടിയൊഴിപ്പിക്കലാണ്. സൈബർ ആക്രമണത്തിലൂടെ നഗരത്തിലെ വൈദ്യുതിയും ജലവിതരണവും തടഞ്ഞ് ഒരു കൃത്രിമ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിലൂടെ നെതന്യാഹുവിനെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ സുരക്ഷാ പ്രോട്ടോകോളുകളെ ഇവർ നിർബന്ധിതരാക്കും. ഈ മാറ്റത്തിനിടയിലുള്ള ആ ഒരു ചെറിയ സമയജാലകത്തിൽ IRGC തങ്ങളുടെ മാരകമായ ആക്രമണം നടത്തും. പശ്ചിമേഷ്യയിൽ ഈ നിഴൽ യുദ്ധം ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നീങ്ങുകയാണോ? നെതന്യാഹുവിനെതിരെയുള്ള ഈ ഭീഷണികൾ ഇസ്രയേലിന്റെ പ്രതിരോധ തന്ത്രത്തെ എങ്ങനെ മാറ്റും? കാത്തിരുന്നു കാണാം.